VS-നെ സംബന്ധിച്ചുള്ള ചരിത്രവും മറ്റു കാര്യങ്ങളുമെല്ലാം നമ്മുടെ പ്രമേയത്തിലൂടെയും വിവിധ നേതാക്കളെല്ലാം അവിടെ എത്തിയിട്ടുണ്ട്. അവരുമെല്ലാം സംസാരിക്കും. ഈ അനുശോചന യോഗത്തിൽ ഇന്നും നാടെമ്പാടും അനുശോചന യോഗം നടക്കുക. വിവിധ പ്രദേശങ്ങളിലായി ചെറിയ ചെറിയ യോഗങ്ങളെല്ലാം നടക്കുന്നു. ഇവിടെ കുന്നമംഗലത്ത് സംഘടിപ്പിച്ചിട്ടുള്ള ഈ അനുശോചന യോഗത്തിൽ CPIM-ന്റെ ജില്ലാ കമ്മിറ്റി അംഗം ശ്രീ PK പ്രഭുനാഥ് എത്തിച്ചേർന്നിട്ടുണ്ട്. CPIM-ന്റെ ഏരിയ സെക്രട്ടറി ശ്രീ ഷൈബുണ്ട്. അതുപോലെ നമ്മുടെ ഈ മണ്ഡലത്തിൽ എല്ലാവരെയും പേരെടുത്ത് പ്രതിപാദിക്കണമെന്ന് ഉദ്ദേശിക്കുന്നില്ല. ഈ മണ്ഡലത്തിലെ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തിലെ പ്രഗത്ഭരായിട്ടുള്ള എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെ എല്ലാവരെയും ഈ അനുശോചന യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അനുശോചന പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ള മുഴുവൻ ആളുകളെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക് വേണ്ടി CPIM-ന്റെ ഏരിയ സെക്രട്ടറി ശ്രീ ഷൈബുവിനോട് അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, 2 ദിവസം മുൻപാണ് കേരളത്തിൻ്റെ വിപ്ലവകാരി സഖാവ് VS അച്യുതാനന്ദൻ നമ്മോട് വിട പറഞ്ഞിട്ടുള്ളത്. ദൈനംദിന രാഷ്ട്രീയത്തിൽ നിന്നും മാറി ഏതാണ്ട് 5-6 വർഷം പൂർത്തിയാകുമ്പോഴാണ് സഖാവ് നമ്മളെ വിട്ടുപിരിയുന്നത്. സഖാവിൻ്റെ ഓർമ്മകളും സഖാവ് ജനങ്ങളുടെ മനസ്സിലുള്ള സ്ഥാനവും രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടുനിൽക്കുമ്പോഴും കേരളത്തിൽ നഷ്ടപ്പെട്ടിട്ടില്ല എന്നതിൻ്റെ തെളിവായിരുന്നു. 2-3 ദിവസങ്ങളിലായി സഖാവിനെ ഒരു നോക്കു കാണുന്നതിന് വേണ്ടി ഒഴുകിയെത്തിയിട്ടുള്ള കേരളത്തിൻ്റെ ചിത്രമെന്ന് പറയുന്നു. വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ ഇന്ന് വ്യത്യസ്തമായ അനുശോചന യോഗങ്ങൾ നടന്നു വരികയാണ്. ഈ യോഗത്തിൽ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ രാഷ്ട്രീയ പാർട്ടി നേതാക്കളെയും അവരെല്ലാം അനുസ്മരിച്ച് സംസാരിക്കുന്നുണ്ട്. ആദ്യമായി അനുശോചന പ്രമേയം ഈ യോഗത്തിന് വേണ്ടി അവതരിപ്പിക്കുകയാണ്. 2025 ജൂലൈ 21 മഹാനായ VS നമ്മെ വിട്ടുപിരിഞ്ഞിരിക്കുന്നു. 102 വർഷം നീണ്ടുനിന്ന പോരാട്ട ചരിത്രത്തിന് പുന്നപ്രയിലെ വലിയ ചുടുകാട്ടിൽ അന്ത്യവിശ്രമം. 1923 ആലപ്പുഴയിലെ ഒരു സാധാരണ തൊഴിലാളി കുടുംബത്തിൽ പിറന്ന് തൊഴിലാളി വർഗത്തിന്റെ അനിശ്ചിത നേതാവായി വളർന്ന ഒരു നൂറ്റാണ്ടിന്റെ സമര ചരിത്രമാണ് വിടവാങ്ങിയത്. 4-ാം വയസ്സിൽ അമ്മയെയും 11-ാം വയസ്സിൽ അച്ഛനെയും നഷ്ടപ്പെട്ട ബാല്യം. 7-ാം ക്ലാസ്സിൽ പഠനം നിർത്തി ജ്യേഷ്ഠന്റെ കടയിലെ സഹായിയായി. പട്ടിണിയിലും ദാരിദ്ര്യത്തിലും പിച്ചവെച്ച ബാല്യത്തിൽ നിന്ന് തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന്റെ നായകനിലേക്ക് കൈപിടിച്ചുയർത്തിയത് കൃഷ്ണപിള്ള എന്ന സഖാക്കളുടെ സഖാവ്. നെയ്ത്ത് തൊഴിലാളിയായി തൊഴിലാളി വർഗത്തിന്റെ അടിത്തട്ടിൽ നിന്ന് പാർട്ടി പോളിറ്റ് ബ്യൂറോ വരെ എത്തിയ അസാമാന്യ സംഘടനാ ശേഷിയുള്ള നേതാവ്, പാവങ്ങളുടെ പടത്തലവൻ. നടത്തിയ പോരാട്ടങ്ങൾ അത്രയും ഞങ്ങൾക്ക് വേണ്ടിയാണെന്ന തിരിച്ചറിവിൽ പാതയോരങ്ങളിൽ കാത്തുനിന്ന പാവപ്പെട്ടവർ എന്തായിരുന്നു VS എന്ന് അടയാളപ്പെടുത്തുന്നു. VS-ന്റെ കാലിലെ വയലറ്റ് വഴുക്കലിൽ ഉണ്ടായിരുന്നു മരണമുഖത്തു നിന്നും ജീവിതത്തിലേക്ക് നീതിക്കരുതിന്റെ മുദ്ര. പുന്നപ്ര വയലാർ സമരസേനാനി, 17-ാമത്തെ വയസ്സിൽ പാർട്ടി അംഗം, 40-ാമത്തെ വയസ്സിൽ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നാഷണൽ കൗൺസിൽ അംഗം, CPIM സ്ഥാപക നേതാവ്, പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗം, ജില്ലാ സെക്രട്ടറി, സംസ്ഥാന സെക്രട്ടറി, GB അംഗം, MLA, മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ്, ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷൻ, LDF കൺവീനർ, ദേശാഭിമാനി, മുഖ്യ പത്രാധിപർ തുടങ്ങി വഹിച്ച പദവികളിലെല്ലാം VS കയ്യൊപ്പ് പതിപ്പിക്കുന്നു. CPM-ന് രൂപം കൊടുത്തുകൊണ്ട് അവിഭക്ത പാർട്ടിയുടെ ദേശീയ സമിതിയിൽ നിന്ന് ഇറങ്ങി വന്നവരിൽ അവസാനത്തെ കണ്ണു. സ്വാതന്ത്ര്യ സമര സേനാനി, തൊഴിലാളി സംഘടനാ നേതാവ്, പ്രക്ഷോഭകൻ, പ്രാസംഗികൻ, വർഗീയ വിരുദ്ധ പോരാളി,
പരിസ്ഥിതി സംരക്ഷകൻ തുടങ്ങി VS-ന് ചേരാത്ത വിശേഷണങ്ങൾ കുറവായിരുന്നു. അഴിമതി, വനംകൊള്ള, ഭൂമികയ്യേറ്റം, നദീ സംരക്ഷണം, മുല്ലപ്പെരിയാർ, എൻഡോസൾഫാൻ, സ്ത്രീ സുരക്ഷ, ജലസംരക്ഷണം തുടങ്ങി ഏത് വിഷയത്തിലും ശ്രദ്ധയോടെ പഠിച്ചിടപെട്ടു. കുട്ടനാട്ടിലെ നെല്ലിന്റെ പദം മുതൽ IT-യുടെ നവസാധ്യതകൾ വരെ ഈ ജ്ഞാനസഞ്ചാരം നീങ്ങി. ഉറങ്ങാത്ത തുറമുഖം പോലെ തുറന്നു വച്ച ശുഭപ്രതീക്ഷാ മുഖങ്ങൾ. കാടും മഴയും കുത്തിയിറക്കങ്ങളും ചെടിവരമ്പും ഒന്നും VS-ന് പ്രതിബന്ധമായില്ല. സമീപിച്ചവരെയെല്ലാം അനുകമ്പയോടുകൂടി കേട്ടു. പ്രസംഗ വേദികളെ ആവേശം കൊള്ളിച്ചു. രാഷ്ട്രീയ എതിരാളികളെ വാക്കുകളാലെയും വികസന വിരോധികളെ വിമർശിച്ചു. അനേകായിരം മനുഷ്യരിലേക്ക് ശിഖരം നീട്ടിയ വലിയൊരു അത്ഭുതമായിരുന്നു VS. പെരും കാറ്റിലും കൊടുമഴയിലും ഒട്ടും മുനയാതെ വേരുകളാട്ടിയ മാമരം. ആ നിഴൽക്കൊഴുപ്പിൽ മുളപൊട്ടിയ ഭാവിയുടെ വിത്തുക്കളാണ് ചെമ്പനീർ തുണ്ടുകളിൽ തലസ്ഥാനം മുതൽ വലിയ ചുടുകാട് വരെയുള്ള പാതയോരങ്ങളിൽ VS-ന് വ്യാക്കാമൊഴിയേകാൻ കാത്തുനിന്നത്. അഗ്നിത്തുണ്ടിനാൽ കാലവെളിയ സമരേതിഹാസത്തിന്റെ പോർമുനയാണ് VS. അദ്ദേഹം നിരന്തരം എതിർത്ത ശക്തികൾ കേരള രാഷ്ട്രീയത്തെ കടന്നാക്രമിക്കാൻ ശ്രമിക്കുന്ന കാലത്താണ് VS ചരിത്രത്തിലേക്ക് മറയുന്നത്. എങ്കിലും ജനഹൃദയങ്ങളിൽ ആ രണ്ടക്ഷരം കൊത്തിവെച്ച ഇൻകുലാബിന്റെ പ്രകാശം ഒരിക്കലും കെട്ടുപോകില്ല. പോരാളികൾക്ക് ഒരിക്കലും പിന്മടക്കമില്ല. മരണമില്ലാത്ത വാക്കുകളാൽ, അനശ്വര മുദ്രാവചസ്സുകളാൽ ആ കാലദേശങ്ങളില്ലാത്ത മനുഷ്യരിലേക്ക് വിവർത്തനം ചെയ്യപ്പെടും. തലമുറകളുടെ വിടക്കുമാടമായി എന്നും ജ്വലിക്കും. നവകേരള നിർമ്മിതിയിൽ സഖാവിന്റെ സംഭാവനകൾ കരുത്താകും. അതെ, VS ഈ മണ്ണിൽ നിന്നും അടങ്ങുന്നില്ല. ആവേശം പകർന്ന് സ്മരണകളിൽ നിറഞ്ഞു നിൽക്കും. ഇനിയും മരിക്കാത്ത ഒരാളായി, ഇനിയും ഉയരത്തിൽ പറക്കുന്ന ചെങ്കൊടിയായി VS ഇവിടെ തന്നെയുണ്ടാകും. റെഡ് സല്യൂട്ട്, റെഡ് സല്യൂട്ട്. സഖാവ് VS-ന്റെ ഉജ്ജ്വല സ്മരണയ്ക്ക് മുൻപിൽ ഈ യോഗം അനുശോചനം രേഖപ്പെടുത്തുന്നു, ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. അനുശോചന യോഗത്തിൽ ആദ്യമായി സംസാരിക്കുന്നതിന് ായിട്ടുള്ള MLA ഇവിടെ എത്തിയിട്ടുണ്ട്. ആദ്യമായി സംസാരിക്കുന്നതിന് വേണ്ടി സഖാവ് അഡ്വക്കേറ്റ് PTA റഹീമിനോട് അഭ്യർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട അധ്യക്ഷൻ, സഹോദരന്മാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, തൻ്റെ ജീവിതം വലിയൊരു സമരം മുഖമായി അവസാനം വരെ കൊണ്ട് നടന്ന, നമുക്കെല്ലാവർക്കും മാതൃകയാക്കാൻ സാധിക്കുന്ന ഒരു വിപ്ലവകാരിയാണ് നമ്മളോട് വിട്ടുപിരിഞ്ഞു പോയിട്ടുള്ളത്. സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങൾക്കെന്നും പ്രാമുഖ്യം നൽകിയിട്ടുള്ള വലിയ ഒരു സമര പോരാളിയാണ് VS. പുന്നപ്പുറയിലും വയലാറിലും മാത്രമല്ല, ഇങ്ങ് നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ നടന്ന സമരങ്ങളിലും, പ്രത്യേകിച്ച് ജീരകപ്പാറ സമരത്തിലൊക്കെ വളരെ സജീവമായി അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. തൻ്റെ പ്രായം പകവെക്കാതെ അദ്ദേഹം തന്നെ പറഞ്ഞതുപോലെ പ്രായമല്ല യുവത്വത്തിൻ്റെ ലക്ഷണം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത് തൻ്റെ ജീവിതത്തിൽ ഉടനീളം കാണിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. കേരള നിയമസഭയിൽ അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കാൻ, ഒപ്പമിരിക്കാൻ എനിക്ക് സന്ദർഭമുണ്ടായിട്ടുണ്ട്. ഏതൊരു വിഷയവും വളരെ ഗൗരവത്തോടെ കേട്ട് പ്രശ്നത്തിന് പരിഹാരം കാണാൻ എന്നും അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു അനുഭവം ഉള്ളത്. തീർച്ചയായിട്ടും വർത്തമാന കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതചര്യകളെ സംബന്ധിച്ച് മനസ്സിലാക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു അവശതയും വകവെക്കാതെയാണ് അദ്ദേഹം തൻ്റെ ജീവിത ദൗത്യത്തിൽ അദ്ദേഹം ഏറ്റെടുത്ത പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിട്ടുള്ളത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ വിയോഗം ഒരു സമൂഹത്തിന് തന്നെ ഒരു തീരാനഷ്ടമാണ് എന്ന് നമുക്കൊക്കെ അറിയാം. അദ്ദേഹം ഒരു നൂറ്റാണ്ട് കാലം ജീവിത മുഴുവനും സമൂഹത്തിന് വേണ്ടി, സാധാരണക്കാരന് വേണ്ടി, പാവപ്പെട്ടവന് വേണ്ടി, കർഷകന് വേണ്ടി ഒക്കെ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്.
ഒരുപാട് ത്യാഗങ്ങളും അദ്ദേഹം സഹിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ പോലെ ആക്രമണത്തിന് വിധേയമായിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവുണ്ടോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹം ഒന്നിലധികം പ്രാവശ്യം മരിച്ചിട്ടുണ്ട് എന്നാണ് മറ്റുള്ളവരൊക്കെ കണ്ടിട്ടുള്ളത്. അവിടെ നിന്നൊക്കെ ഉയർത്തെഴുന്നേറ്റാണ് അദ്ദേഹം ധീരനായ ഒരു പടയാളിയായി വീണ്ടും കർമ്മരംഗത്ത് വന്നത്. അദ്ദേഹത്തിൻ്റെ നിര്യാണത്തിൽ ഇത്രയും വലിയ ഒരു ജനാബലി എല്ലായിടത്തും നമുക്ക് കാണാൻ സാധിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ ആദരാജ്ഞകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി, അഭിവാദനം അറിയിച്ചു. CPM-ന്റെ ജില്ലാ കമ്മിറ്റി അംഗം സഖാവ് PK പ്രേംനാഥ് സംസാരിക്കും. പ്രിയപ്പെട്ടവരെ, പിറവി കൊണ്ട നാൾ മുതൽ പിന്മടക്കമില്ലാതെ, അനീതിയോട് അരനിമിഷം സന്ധി ചെയ്യാതെ 102-ാം വയസ്സുവരെ സമരഭരിതമായ ജീവിതം നയിച്ച സഖാവ് VS കഴിഞ്ഞ ദിവസം നമ്മെ വിട്ടുപിരിഞ്ഞിരിക്കുന്നു. ഇവിടെ അധ്യക്ഷത വഹിച്ചുകൊണ്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞതുപോലെ സഖാവ് VS-ന്റെ സമരതീക്ഷ്ണമായ ജീവിതത്തിന് വിശദീകരണങ്ങളുടെ തൊങ്ങലുകൾ ചാർത്തുക എന്നത് അധിക പ്രസംഗവും മോശത്തരവുമാണ്. 3 ദിവസമായി അദ്ദേഹത്തിന് നാട് നൽകിയ ശ്രദ്ധാഞ്ജലി, ഉചിതമായ അഭിവാദനം എത്രമേൽ മലയാള നാടിൻ്റെ മനസ്സിനകത്തേക്ക് അദ്ദേഹം പ്രതിഷ്ഠ നേടിയിരുന്നു എന്നതിൻ്റെ നേർസാക്ഷ്യമാണ്. ശരി പറഞ്ഞാൽ ശിരസറ്റുപോകുമായിരുന്ന ഒരു കാലത്ത് ശരിയെ പറയൂ എന്ന് ശാഠ്യം പിടിക്കാൻ ശിരസുയർത്തിയ സഖാവാണ് VS. നെറികേടുകൾക്കെതിരെ നെഞ്ചുവിരിച്ച് സത്യത്തിനു വേണ്ടി ശബ്ദിച്ച് നന്മയ്ക്കും നേരിനും നെറിക്കും വേണ്ടി നെറികേടിനെതിരായി ചൂണ്ടുവിരൽ ഉയർത്തി രാഷ്ട്രീയ സ്ഥൈര്യത്തോടെയും സമരബോധ്യത്തോടെയും സക്രിയവും സമരധീരവുമായി സംഘടന, രാഷ്ട്രീയ, പൊതുജീവിതം നിരന്തരമായി നയിച്ച ഉശിരനായ കമ്മ്യൂണിസ്റ്റായിരുന്നു സഖാവ് VS. ധാരാളം രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക സംഘടനാ നേതാക്കന്മാർ സംസാരിക്കാനുള്ള ഈ വേദിയിൽ നേരത്തെ പറഞ്ഞ കാരണത്തെ കൊണ്ടു തന്നെ അദ്ദേഹത്തെക്കുറിച്ച് വിശദീകരണം ആവശ്യമില്ല എന്നതുകൊണ്ട് കൂടി ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. സഖാവ് VS-ന്റെ വേർപാട് അറിഞ്ഞെത്തിയ പരസഹസ്രം മനുഷ്യർ ആകാശവേദികളെ ഭേദിക്കുമാർ ഉച്ചത്തിൽ വിളിച്ച മുദ്രാവാക്യം നമ്മുടെ കണ്ഠങ്ങളെ, നമ്മുടെ കർണങ്ങളെ ഇപ്പോഴും സമരഭരിതമാക്കുന്നുണ്ട്. നിങ്ങളെല്ലാം കേട്ടതുപോലെ, നാം എല്ലാം കേട്ടതുപോലെ VS മരിച്ചിട്ടില്ല, ജീവിക്കുന്നു ഞങ്ങളിലൂടെ, ഞങ്ങളിലൊഴുകും ചോരയിലൂടെ എന്നതാണ് ആ മുദ്രാവാക്യം. അത് അർത്ഥപൂർണമാണ്. VS-ന്റെ മരണത്തോടെ കമ്മ്യൂണിസം അവസാനിച്ചു എന്ന് ആഗ്രഹിക്കുകയും അനുശോചനം അർപ്പിക്കുകയാണ് എന്ന മറവിൽ അത് പ്രകടിപ്പിക്കുകയും ചെയ്തവർക്കുൾപ്പെടെയുള്ളവരുടെ ആശകൾക്കുള്ള അർത്ഥപൂർണമായ മറുപടി കൂടിയാണ് പരകോടി മനുഷ്യരുടെ കണ്ഠങ്ങളിൽ നിന്നുയർന്ന ജീവിക്കുന്നു ഞങ്ങൾ, ഞങ്ങളിലൂടെ, ഞങ്ങളിലൊഴുകും രക്തത്തിലൂടെ എന്ന ആ മുദ്രാവാക്യം. വടകര കൃഷ്ണദാസിന്റെ പ്രസിദ്ധമായ ഒരു പാട്ട് ഇങ്ങനെയാണ്. സഖാവ് എന്നതിനെക്കുറിച്ചുള്ള വ്യാഖ്യാനമാണ് ആ പാട്ടിൽ ഉള്ളടക്കം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇരുമ്പു ചങ്ങല കൊളുത്തുപോലെ ശക്തം, ഇരുളിലെ വിളക്കുപോലെ വ്യക്തം, സഖാവെന്ന ബന്ധം, സഖാവെന്ന ബന്ധം എന്നാണ് കൃഷ്ണദാസിന്റെ കവിത. തീർച്ചയായും ആ വാക്കുകളെ അർത്ഥപൂർണമാക്കുന്നതാണ് സഖാവിനോട് ജനങ്ങൾക്കും സഖാവിന് തിരിച്ചുമുള്ള ബന്ധം എന്ന് വലിയ ചുടുകാട്ടിലെ ചിതയിൽ ഒടുങ്ങിയമരുന്നതുവരെ സമരകേരളം, ജനാധിപത്യ മനസ്സ് അദ്ദേഹത്തിൻ്റെ ഉജ്ജ്വല സ്മരണകൾക്ക് മുന്നിൽ നൽകിയ അർത്ഥപൂർണമായ അഞ്ജലി അടിവരയിട്ട് അടയാളപ്പെടുത്തുന്നുണ്ട് എന്ന് നാം അഭിമാനത്തോടെ വേദനകൾക്കിടയിലും ഉയർത്തിപ്പറയാൻ ആഗ്രഹിക്കുന്നു. ഒരു സഖാവ് മരിച്ചാൽ സഖാവ് VS-നെ പോലുള്ള ഒരാളുടെ വിടവ് നികത്തുക എന്നത് മനുഷ്യസാധ്യമേ അല്ല. എന്നാൽ അദ്ദേഹത്തോളമായില്ലെങ്കിലും അദ്ദേഹം ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യങ്ങളെ, നടന്നു തീർത്ത സമരപഥങ്ങളെ, പിന്നിട്ട അഗ്നിരഥ്യകളെ, അദ്ദേഹത്തിൻ്റെ നിദർശനങ്ങളെ, നിഷ്കർഷകളെ, നിർബന്ധങ്ങളെ, നിർണയങ്ങളെ, നിരീക്ഷണങ്ങളെ, തീരുമാനങ്ങളെ അദ്ദേഹത്തിൻ്റെ അഭാവത്തിലും അനാഥമാക്കാൻ വിട്ടുകൊടുക്കില്ല എന്ന് പ്രതിജ്ഞ പുതുക്കലാണ് മറഞ്ഞുപോയവരും എറിഞ്ഞു വീഴ്ത്തപ്പെട്ടവരുമായ എല്ലാ മനുഷ്യർക്കും മുന്നിൽ
മനുഷ്യസ്നേഹത്തിൻ്റെ പറ്റുള്ളവർക്ക് സമർപ്പിക്കാൻ കഴിയുന്ന അർത്ഥപൂർണമായ അഞ്ജലി എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ സമരതീക്ഷ്ണമായ പോരാട്ടങ്ങളുടെ കൊടുമുടി സമാനമായ അറിവിൻ്റെയും അനുഭവത്തിൻ്റെയും ആഴക്കടലിനു തുല്യമായ ആ സമര ജീവിതത്തിനു മുന്നിൽ നമുക്ക് ശിരസ് കുനിക്കാം. അദ്ദേഹം നമുക്ക് മുന്നിൽ നടത്തിയ ഉജ്ജ്വലമായ പോരാട്ടങ്ങളെ കനൽപഥങ്ങളിൽ കാലമർത്തി ചവിട്ടുമ്പോൾ പൊള്ളുമെന്നറിഞ്ഞിട്ടും ശിരസറ്റുപോകുമെന്നറിഞ്ഞിട്ടും ശരി പറയാൻ, സത്യത്തിന്റെ ശവമടക്കം നടത്താൻ ഒരു ശക്തിയെയും അനുവദിക്കില്ല എന്ന് ഗർജിക്കാൻ അദ്ദേഹം പഠിപ്പിച്ച പാതകളിലൂടെ നമുക്ക് പഥമിടറാതെ, മനമിളകാതെ, ഇടവേളകളില്ലാതെ, ഇടതടവില്ലാതെ ഇടപെട്ടു പോകാം എന്നതാണ് അദ്ദേഹത്തിന് നമുക്ക് സമർപ്പിക്കാൻ കഴിയുന്ന ഉജ്ജ്വലമായ അഞ്ജലി. അതിന് നാട് സന്നദ്ധമാകണം എന്നുകൂടി സകലരോടും താഴ്മയായി അപേക്ഷിച്ചുകൊണ്ട് CPIM-ന്റെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ പേരിൽ സഖാവ് VS എന്ന ദ്വയാക്ഷരത്തിൽ അടക്കം ചെയ്ത സമരതീക്ഷ്ണതയുടെ ജാജ്വല്യമാനമായ ഉശിരാർന്ന ഉന്നത രാഷ്ട്രീയ സമര സമസ്യയ്ക്ക് അഭിവാദനവും ആദരാഞ്ജലിയും അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വേണ്ടി വിനോദ് പടനില. പ്രിയങ്കരനായ അധ്യക്ഷൻ, മറ്റു പ്രിയപ്പെട്ടവരെ, പ്രിയമുള്ളവരെ, 21-ാം തീയതി 3:30 മണിയോടുകൂടിയാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു മികച്ച പോരാളി എന്ന് ജനം വാഴ്ത്തിയ സഖാവ് VS കേരളത്തോട് അല്ലെങ്കിൽ ജനമനസ്സിനോട് വിട പറയും. അദ്ദേഹത്തെ അനുസ്മരിക്കുക എന്നുള്ളതാണ് ഇന്ന് നമ്മളിൽ അർപ്പിതമായ ദൗത്യം. ഈ സമയത്ത് എൻ്റെ മനസ്സിലുള്ള VS-നെ കുറിച്ചുള്ള അഭിപ്രായം, തൻ്റെ ശരികളിൽ ഉറച്ചു നിന്നുകൊണ്ട് കൂടെ എത്ര പേരുണ്ടാവും എന്ന് നോക്കാതെ, കൂടെയുള്ളവർ പോലും പിന്നിൽ നിന്ന് പോകുമ്പോൾ പോലും ആ ശരികളെ മാറ്റി പറയാതെ ആ ശരിക്ക് വേണ്ടി പോരാടിയ ഒരു മികച്ച പോരാളിയായിരുന്നു VS. അദ്ദേഹം ഈ നാട്ടിൽ ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങളും, അത് പ്രകൃതിയെക്കുറിച്ചാവാം, പരിസ്ഥിതിയെക്കുറിച്ചാവാം, പാവപ്പെട്ടവരെ കുറിച്ചാവാം, തൊഴിലാളികളെ കുറിച്ചാവാം, അദ്ദേഹത്തിൻ്റെ ശരികളും ആ ശരികളോടൊപ്പം സഞ്ചരിക്കാൻ അദ്ദേഹം നേതൃത്വം കൊടുത്ത പ്രസ്ഥാനവും കേരളത്തിലെ ജനതയും മാതൃക കാണിച്ചുകൊണ്ട് അദ്ദേഹം തൻ്റെ ജീവിതം എന്തിനു വേണ്ടിയാണോ നീക്കിവെച്ചത് ആ ജീവിത സത്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് VS എന്ന പോരാളിയുടെ വിടവ് നേരത്തെ പ്രേമേട്ടനും അതുപോലെ അധ്യക്ഷനും എല്ലാം പറഞ്ഞ മാതിരി അതിൻ്റെതായ അർത്ഥത്തിൽ 100% പോലും നമുക്ക് നികത്താൻ സാധിച്ചില്ലെങ്കിൽ പോലും ആ പോരാളിയുടെ ആ ഊർജ്ജസ്വലത, ആ ധൈര്യം നമ്മളെല്ലാവരും ആഹരിച്ചെടുത്തുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ കേരളത്തിലും പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്കും ഉണ്ടായ നഷ്ടത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ദുഃഖം കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. CPIക്ക് വേണ്ടി ജനാർദ്ദനൻ കളരിക്കണ്ട. പ്രിയമുള്ളവരെ, തൊഴിലാളികൾക്ക് വേണ്ടി, പാവപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് വേണ്ടി, അധ്വാനിക്കുന്നവർക്ക് വേണ്ടി തൻ്റെ ജീവിതം ഒഴിഞ്ഞു വെച്ച വലിയ ഒരു മനുഷ്യസ്നേഹി ആണ് സഖാവ് VS-ൻ്റെ വേർപാടിലൂടെ നമുക്ക് നഷ്ടമായിട്ടുള്ളത്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ പകരം വെക്കാനില്ലാത്ത രാഷ്ട്രീയ നേതാവ്, സാമൂഹ്യ പ്രവർത്തകൻ, ഭരണകർത്താവ് എന്ന രീതിയിലെല്ലാം തന്നെ ജനഹൃദയങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിക്കാനും വലിയ ഓളങ്ങൾ സൃഷ്ടിക്കാനും കഴിഞ്ഞിട്ടുള്ള പ്രഗത്ഭനായ ഒരു നേതാവ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരോധിച്ച കാലഘട്ടത്തിൽ കൊടിയ മർദ്ദനങ്ങളും ജയിൽവാസവും ഒക്കെ അനുഭവിച്ച് ദുരിതമനുഭവിച്ചിരുന്ന അസംഘടിതരായ തൊഴിലാളികളെ സംഘടിപ്പിച്ച്, അത് പരമ്പരാഗത വ്യവസായ തൊഴിലാളികളെയും കൃഷിക്കാരനെയും സംഘടിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയത്. താൻ അധികാര സ്ഥാനങ്ങളിൽ ഇരുന്നപ്പോൾ പാർട്ടിയുടെ
CPIM-ന്റെ സ്ഥാപക നേതാവ്, സംസ്ഥാന ജനറൽ സെക്രട്ടറി, പോളിറ്റ് ബ്യൂറോ അംഗം, അതേപോലെ തന്നെ ഭരണകർത്താവ് എന്നുള്ള നിലക്ക് MLA, കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ്, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, അതേപോലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൺവീനർ എന്നീ പദവികളൊക്കെ അലങ്കരിപ്പിച്ചപ്പോഴും ആ സ്ഥാനത്ത് നിന്നുകൊണ്ട് സാമൂഹ്യ നീതിക്ക് വേണ്ടി ഉള്ള പോരാട്ടമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. അല്ലാതെ അധികാരത്തിൻ്റെ മത്ത് പിടിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളൊന്നും തന്നെ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞില്ല. എന്നും കേരളത്തിലെ ജനത, കേരളത്തിലെ പാവപ്പെട്ടവരോടൊപ്പം ഇണചേർന്നുകൊണ്ട് അങ്ങനെ അദ്ദേഹത്തിൻ്റെ ജീവിതം അതിനൊരു ഉദാഹരണമാണ്. ഈ കഴിഞ്ഞ 2-3 ദിവസങ്ങളായി നമുക്ക് അദ്ദേഹത്തിൻ്റെ വിലാപയാത്ര കടന്നുപോയ സ്ഥലങ്ങളിൽ നമ്മളെല്ലാവരും ഈ പത്രമാധ്യമങ്ങളിലൂടെ, ഇലക്ട്രോണിക് മീഡിയയിലൂടെ കണ്ടിട്ടുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും നമുക്ക് ഒരു വിശദീകരണം ആവശ്യമില്ല. മണ്ണിന് വേണ്ടി, മനുഷ്യന് വേണ്ടി അതിസാഹസികമായ പോരാട്ടങ്ങൾ നടത്തി ജനശ്രദ്ധയാകർഷിച്ച് ജനങ്ങളിൽ ജീവിക്കുന്ന സഖാവ് VS-ന്റെ നിര്യാണത്തിൽ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പേരിൽ ഞാൻ അനുശോചനം രേഖപ്പെടുത്തുന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം ധനീഷ് ലാൽ സംസാരിക്കും. പ്രിയപ്പെട്ട അധ്യക്ഷൻ, വേദിയിലെ പ്രമുഖ വ്യക്തിത്വങ്ങളെ, സുഹൃത്തുക്കളെ, VS-നെ കുറിച്ച് പറയുമ്പോൾ സ്വാതന്ത്ര്യലബ്ധിക്ക് മുൻപും സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷവും 2 കാലഘട്ടങ്ങളിലും ഒരുപോലെ കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കാൻ സാധിച്ച ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. നേരത്തെ പലരും ഇവിടെ സൂചിപ്പിച്ചതുപോലെ എടുത്ത തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുവാനും അത് നടപ്പിലാക്കുവാനും അത് ശരിയുടെയും നേരിൻ്റെയും പക്ഷമാണ് എന്ന് ഉറപ്പിച്ച് മുന്നോട്ട് പോകാനും ഒക്കെ സാധിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം നമുക്ക് മുമ്പിൽ തെളിവായി നിൽക്കുന്നുണ്ട്. പലപ്പോഴും രാഷ്ട്രീയ നേതൃത്വവും ഭരണ നേതൃത്വവും ഒക്കെ ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ പിന്നീട് ആ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോകാനുള്ള പല സമ്മർദ്ദങ്ങളും വരും. പക്ഷെ VS-നെ സംബന്ധിച്ച് VS ഉയർത്തിയ പ്രകൃതിയുടെ രാഷ്ട്രീയമാണെങ്കിലും സ്ത്രീപക്ഷ രാഷ്ട്രീയമാണെങ്കിലുമൊക്കെ ഉറച്ച നിലപാടുകളും എടുത്ത തീരുമാനങ്ങളുമായി മുന്നോട്ട് പോകുവാനും ഒരുപക്ഷെ കേരള രാഷ്ട്രീയത്തിലെ പിന്നീട് വന്ന പല നീക്കങ്ങളും മുന്നേറ്റങ്ങളുമൊക്കെ അതിനോട് ചേർന്ന് നിന്ന് രാഷ്ട്രീയത്തിൻ്റെ ഗതിവിഗതികളെ നിയന്ത്രിക്കുന്ന രീതിയിലേക്ക് വരെ ആക്കി മാറ്റുവാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ജനങ്ങളോടൊപ്പം നിൽക്കാൻ, അവർക്ക് വേണ്ടി നിൽക്കുമ്പോൾ അതിർവരമ്പുകളെ കാണാതെ ജനകീയതയുടെ ഏറ്റവും ഉന്നതമായ ഉയരത്തിലേക്ക് എത്തുവാൻ സാധിച്ച നേതാവ് എന്നുള്ള നിലക്ക് അദ്ദേഹം എക്കാലവും ഓർക്കപ്പെടുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അദ്ദേഹത്തിൻ്റെ നിര്യാണത്തിൽ എല്ലാവിധ ആദരാഞ്ജലികളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. BJP-ക്ക് വേണ്ടി TP സുരേഷ്. ആദരണീയരായ നേതാക്കളെ, സുഹൃത്തുക്കളെ, നമസ്കാരം. കേരളത്തിൻ്റെ രാഷ്ട്രീയ സമസ്യയിൽ പകരം വെക്കാനില്ലാത്ത ഒരു നേതാവ് എന്നുള്ള നിലയ്ക്കാണ് VS-നെ നമ്മൾക്ക് വിലയിരുത്താൻ വേണ്ടി സാധിക്കും. തൻ്റേതായിട്ടുള്ള യാത്രയിൽ, തൻ്റേതായിട്ടുള്ള ശരിപക്ഷ യാത്രയിൽ കേരളത്തെ അദ്ദേഹത്തോടൊപ്പം കൊണ്ടുപോകാൻ വേണ്ടി സാധിച്ചു എന്നുള്ളതാണ് VS-ന്റെ സവിശേഷമായിട്ടുള്ള പ്രത്യേകത. കേരളത്തോടൊപ്പം VS യാത്ര ചെയ്യുകയായിരുന്നില്ല, VS-നോടൊപ്പം കേരളം യാത്ര ചെയ്യുകയായിരുന്നു VS-ന്റെ രാഷ്ട്രീയ സാഹചര്യത്തിൽ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ വലിയ കലാശാല വിദ്യാഭ്യാസമൊന്നുമില്ലാത്ത ഒരു മനുഷ്യൻ കേരളത്തിൻ്റെ IT രംഗത്തുണ്ടാക്കിയിട്ടുള്ള മാറ്റം, നമ്മളിന്ന് ലോകം മുഴുവൻ ശ്രദ്ധിക്കപ്പെടുന്ന ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള മേഖല എന്ന് പറയുന്നത് IT മേഖലയാണ്. ആ IT മേഖലയ്ക്ക് 7ാം ക്ലാസ്സുകാരനായിട്ടുള്ള ഒരു മുഖ്യമന്ത്രി കേരളത്തിൽ വളരെ ശക്തമായിട്ടുള്ള സാന്നിധ്യം ഉറപ്പിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഭരണപരമായിട്ടുള്ള നേട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒന്നായിട്ട് എനിക്ക് തോന്നുന്നത്. നമ്മളിന്ന് കാണുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ആശ്രയിക്കുന്ന അക്ഷയ കേന്ദ്രം പോലെയുള്ള സ്ഥാപനങ്ങൾ
നമ്മുടെ സംസ്ഥാനത്ത് തുടങ്ങുന്നതിന് വേണ്ടി നേതൃത്വം നൽകിയിട്ടുള്ളത് VS ആണ്. അദ്ദേഹത്തിന്റെ ശരിയായിരുന്നു കേരളത്തിന്റെ ശരി എന്നുള്ള രീതിയിലേക്ക് കേരളത്തിന്റെ ജനമനസ്സുകളെ ചിന്തിപ്പിക്കുവാൻ വേണ്ടി പ്രേരിപ്പിച്ച അപൂർവം ചില നേതാക്കന്മാരിൽ ഏറ്റവും പ്രഥമനായിട്ടുള്ളത് VS ആണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പറയാനുള്ളത് ആരുടെ മുഖത്ത് നോക്കിയും തുറന്നു പറയാൻ വേണ്ടി സാധിക്കുന്നു. അതിന് യാതൊരു തരത്തിലുള്ള സങ്കോചവുമില്ലാതെ ഏത് വേദിയിലും തനിക്ക് ശരിയാണ് എന്ന് തോന്നുന്ന കാര്യം വിളിച്ചു പറയാൻ വേണ്ടി സാധിക്കുന്ന, അതേപോലെ ശരിയാണെങ്കിൽ ആ ശരിയെ അംഗീകരിക്കാൻ തയ്യാറാകുന്ന ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലക്കാണ് VS-നെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. മുല്ലപ്പെരിയാർ പ്രശ്നമുണ്ടായപ്പോൾ കേരളത്തിന്റെ നിയമസഭയിൽ അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന VS ശക്തമായിട്ട് അന്നത്തെ UDF ഭരണത്തിനെതിരായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചു. ആ നിലപാടുകളുടെ ഭാഗമായി മുല്ലപ്പെരിയാറിൽ യാത്ര ചെയ്ത് അവിടുത്തെ പ്രയാസങ്ങൾ എന്താണ് എന്ന് പരിശോധിക്കാൻ വേണ്ടി തീരുമാനിച്ച കേരളത്തിലെ ഭരണകക്ഷിയുടെ ആളുകൾ ആവശ്യപ്പെട്ടപ്പോൾ VS-ഉം അവരും ഒന്നിച്ചു പോയപ്പോൾ അവിടെ കണ്ടിട്ടുള്ള കാഴ്ചകളിൽ വലിയ പ്രയാസങ്ങളൊന്നുമില്ല, വലിയ തെറ്റുകളൊന്നുമില്ല എന്ന് അവിടെ തന്നെ കണ്ട പത്രക്കാരോട് പറയാനും തയ്യാറായി. അതാണ് ഒരു രാഷ്ട്രീയ നേതാവിനെ സംബന്ധിച്ചിടത്തോളമുള്ള സത്യസന്ധമായിട്ടുള്ള ഇടപെടലുകൾ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുക. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ നമ്മൾക്ക് ഇവിടെ ഒരുപാട് സമയമെടുക്കും. അതുകൊണ്ട് അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ഏതായാലും കേരളത്തിന്റെ ശരിയോടൊപ്പം കേരളത്തെ തന്നോടൊപ്പം യാത്ര ചെയ്യിപ്പിക്കാൻ വേണ്ടി സാധിച്ച 102ാമത്തെ വയസ്സിലാണ് VS നമ്മുടെ കേരളത്തോട് വിട പറയുന്നത്. ആ 102ാമത്തെ വയസ്സിലും യുവാക്കൾ, യുവതികൾ, അതേപോലെ കുട്ടികൾ, അപാലവൃദ്ധമായിട്ടുള്ള ജനങ്ങൾ അദ്ദേഹത്തെ തിരുവനന്തപുരം മുതൽ ആലപ്പുഴ വരെയുള്ള യാത്രയിൽ നമ്മൾക്ക് കാണാൻ വേണ്ടി സാധിച്ചു. അപ്പൊ പ്രായമല്ല പ്രശ്നം, നമ്മളുടെ നിലപാടുകളാണ് പ്രശ്നം എന്ന് കേരളത്തിലെ ജനതയെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടി സാധിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനും അതേപോലെ കേരളത്തിന്റെ പൊതുമണ്ഡലത്തിലും ഉണ്ടായിട്ടുള്ള പറഞ്ഞുകൊണ്ട് പാർട്ടിക്കുണ്ടായിട്ടുള്ള നഷ്ടത്തിൽ അഗാധമായിട്ടുള്ള ദുഃഖം, എന്റെ ഭാരതീയ ജനതാ പാർട്ടിയുടെ അഗാധമായിട്ടുള്ള ദുഃഖം രേഖപ്പെടുത്തിക്കൂടി ഞാൻ നിർത്തുന്നു. നമസ്കാരം. അയ്യോബലിന് വേണ്ടി ഖാലിദ് കിളിമുണ്ട സംസാരിക്കും. ബഹുമാന്യരെ, പ്രിയമുള്ളവരെ, VS-ന്റെ നിയോഗം ഒരു യുഗത്തിന്റെ പൂർണ്ണതയാണ്. VS-നെ കുറിച്ച് പറയുമ്പോൾ അകത്തു നിന്നും പുറത്തു നിന്നും എതിർപ്പുകളുടെ കൊടുങ്കാറ്റുണ്ടായപ്പോഴൊക്കെ അതെല്ലാം കേവലം മന്ദമാരുതനായി കൈകാര്യം ചെയ്തിട്ടുള്ള ഒരു ലീഡർ. അതിൻ്റെ കാരണം അദ്ദേഹത്തിന് സാധാരണക്കാരൻ്റെയും പാവപ്പെട്ടവൻ്റെയും ഒക്കെ മനസ്സിൻ്റെ സിംഹാസനത്തിൽ ഒരു സ്ഥാനമുണ്ടായിരുന്നു. ആ സിംഹാസനത്തിൽ അദ്ദേഹം സുരക്ഷിതനായിരുന്നു. VS-നെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകന്മാരായ സഖാക്കൾക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ടാവും. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ VS-യുമായി പരിചയപ്പെട്ടത് കുന്നമംഗലത്ത് കോപ്പറേറ്റീവ് ബാങ്കിന്റെ കുന്നമംഗലത്തെ വലിയ ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് എന്നെയും അതിൻ്റെ സംഘാടകരും ക്ഷണിച്ചു. ഞാൻ VS-ന്റെ അടുത്തായിരുന്നത്. അവിടെ ഇരിക്കാനുള്ള ഒരു ചാൻസ് കിട്ടിയാൽ ആ ഇരിക്കാനൊന്നും പോരാ, VS-ന്റെ അടുത്ത് നമുക്ക് ഇരിക്കാൻ പറ്റും. പക്ഷേ VS-ന്റെ അടുത്ത് ഇരിക്കാൻ ചാൻസ് കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ച് VS നമ്മളെ വൈദ്യ ജീവിലാണ്. പക്ഷേ VS-യുമായിട്ട് സംസാരിച്ച് പരിചയപ്പെട്ടു. അതിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. പക്ഷെ പരിചയപ്പെട്ടപ്പോഴാണ് ഞാൻ കണ്ടതും കേട്ടതുമായ VS അല്ല എന്ന് മനസ്സിലായിരുന്നു. കാരണം എത്ര സൗമ്യമായ പെരുമാറ്റം, എല്ലാ കാര്യങ്ങളും അദ്ദേഹം ചോദിച്ചറിഞ്ഞു വളരെ ചുരുങ്ങിയ സമയം കൊണ്ട്. അപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന VS-ന്റെ ചിത്രമായിരുന്നില്ല പിന്നീട് എൻ്റെ മനസ്സിലുണ്ടായത്. അത് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ദൃശ്യമാധ്യമങ്ങളെ, സംഘാടകരെ, പ്രവർത്തകരെ, സഖാക്കളെ ഒക്കെ അവരുടെ കണക്കുകൂട്ടൽ തെറ്റിച്ചുകൊണ്ട് സാധാരണക്കാരായ ജനങ്ങളുടെ ആ ഒരു മുന്നേറ്റം അദ്ദേഹത്തിൻ്റെ അന്ത്യ കർമ്മങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം VS-നെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് ആളുകൾ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ പങ്കുവെക്കുകയുണ്ട്. ഒരുപാട് നേതാക്കന്മാർ രാഷ്ട്രീയമായി ഏറ്റുമുട്ടുമ്പോഴും വ്യക്തിബന്ധങ്ങൾ ഞങ്ങൾ സൂക്ഷിച്ചിരുന്നു എന്ന് അദ്ദേഹവുമായി കടുത്ത വൈരത്തിലായിരുന്ന നേതാക്കൾ പോലും പറയുന്ന അവസ്ഥയുണ്ടായി. അപ്പം ആ ഒരു സ്നേഹബന്ധം, ആ ഒരു സൗമ്യമായ ബന്ധം മറ്റുള്ളവരുമായി ഇടപഴകുമ്പോൾ ആ ഒരു രീതി, അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്
സാധാരണക്കാരൻ്റെ മനസ്സിൽ ഇത്രയും സ്ഥാനമുണ്ടായിട്ടുണ്ട്. ഏതായാലും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം, CPIMനെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാം കനത്ത നഷ്ടമാണ് VSന്റെ വിയോഗം ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. പക്ഷേ VS മരിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ ജ്വലിക്കുന്ന ഓർമ്മകൾ എക്കാലവും നിലനിൽക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഞാനും എൻ്റെ പാർട്ടിയും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരോടൊപ്പം, പ്രസ്ഥാനത്തോടൊപ്പം, സമൂഹത്തോടൊപ്പം ഈ ദുഃഖത്തിൽ പങ്കുചേരുന്നു. മധുമാസ്റ്റർ സംസാരിക്കും. പ്രിയപ്പെട്ടവർ, ഒരു നൂറ്റാണ്ടിലധികം നീണ്ടുനിന്ന ഇതിഹാസ തുല്യമായ സമരജീവിതം നയിച്ച സഖാവ് VS നമ്മളെ വിട്ടുപിരിയുകയാണ്. VSനെ ഓർക്കുമ്പോൾ സമരമുഖത്താണ് എന്നും നമ്മൾ VSനെ കണ്ടിട്ടുണ്ട്. VS എന്ന രണ്ടക്ഷരം കേരളത്തെ സംബന്ധിച്ചിടത്തോളം അവശത അനുഭവിക്കുന്ന പാർശ്വവൽക്കരിക്കപ്പെട്ട ജനങ്ങളുടെ ശബ്ദമാണ്. എവിടെ അനീതിയുണ്ടോ അവിടെ സഖാവ് VS ഓടിയെത്തുമായിരുന്നു, അവർക്ക് ആശ്വാസം പകർന്നു. അതുകൊണ്ട് തന്നെയാണ് സഖാവ് VS നടത്തിയ പോരാട്ടങ്ങൾ ഈ നാട്ടിലെ സാധാരണക്കാർക്ക് വേണ്ടിയുള്ളതാണെന്ന് തിരിച്ചറിവാണ് കഴിഞ്ഞ 2-3 ദിവസങ്ങളായി അദ്ദേഹത്തെ കാണാനും വിലാപയാത്രയിൽ പങ്കാളികളാകാനും ജനലക്ഷങ്ങൾ ഒഴുകി വന്നു. VSനെ നാം അറിയുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികൻ എന്ന നിലയിലല്ല, മറിച്ച് ഒരു പ്രായോഗികവാദിയായ കമ്മ്യൂണിസ്റ്റ് എന്ന നിലയിലാണ്. ഒരുപക്ഷെ സഖാവ് AKGയെ പോലെ, AKGയെ കുറിച്ച് പറയാറുണ്ട്, AKG എവിടെ സമരം കണ്ടാലും അവിടെ ഇറങ്ങുമായിരുന്നു എന്ന്. അതേപോലെ AKGയെ പോലെ തികച്ചും പ്രായോഗികമായ സമരങ്ങളിലൂടെ വളർന്നു വന്ന ഒരു നേതാവായിരുന്നു സഖാവ് VS. ഒരു സൈദ്ധാന്തികൻ അല്ലെങ്കിൽ പോലും പ്രത്യയശാസ്ത്രപരമായ പ്രതിബദ്ധത പുലർത്തിയ ഒരു കമ്മ്യൂണിസ്റ്റ് കൂടിയായിരുന്നു അദ്ദേഹം. തൻ്റെ വിശ്വാസ പ്രമാണങ്ങളോട്, തൻ്റെ പ്രത്യയശാസ്ത്രത്തോട് ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. അക്കാര്യത്തിൽ അദ്ദേഹം തികച്ചും കർക്കശക്കാരനായി. സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങൾക്കെതിരെ, ആദിവാസികൾക്കെതിരെ നടക്കുന്ന അവരുടെ ഭൂമി കയ്യേറ്റത്തിനെതിരെ, പരിസ്ഥിതി ചൂഷണത്തിനെതിരെ, ജലചൂഷണത്തിനെതിരെ, പ്ലാച്ചിമടയിൽ ഉൾപ്പെടെ അദ്ദേഹം നടത്തിയിട്ടുള്ള പോരാട്ടങ്ങൾ എണ്ണിയാൽ ഒടുങ്ങില്ല. ആ പോരാട്ടങ്ങൾ നടത്തുന്നത് കേവലം പ്രസംഗത്തിൽ മാത്രമായിരുന്നില്ല, സമരങ്ങളിൽ മാത്രമായിരുന്നില്ല. ആ സമരം അദ്ദേഹം നിയമ പോരാട്ടങ്ങളിലേക്ക് വരെ സ്വന്തം നിലയിലും തൻ്റെ പാർട്ടിയുടെ പിന്തുണയോടുകൂടിയും മുന്നോട്ട് കൊണ്ടുപോയി എന്നുള്ളതാണ്. അഴിമതിക്കെതിരെ 1 ഇഞ്ച് പോലും അദ്ദേഹത്തിന് സഹിക്കാൻ കഴിയുമായിരുന്നില്ല. അഴിമതിക്കെതിരെ ധീരോദാത്തമായ പോരാട്ടം നടത്തിയ കേരളത്തിലെ ഏറ്റവും മഹാനായ നേതാവ് ആരെന്ന് ചോദിച്ചാൽ അതിന് ഒരേ ഒരു ഉത്തരവേ ഉള്ളൂ, അത് സഖാവ് VS ആണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇത്തരത്തിലൊരു നേതാവിനെ കേരളത്തിന് കിട്ടണമെങ്കിൽ എത്ര കാലം നാം കാത്തിരിക്കണം എന്നുള്ളതാണ് നമ്മുടെ പിന്നെടുത്ത ചോദ്യം. അതുകൊണ്ട് പൊതുപ്രവർത്തകരായ, ജനാധിപത്യ വിശ്വാസികളായ നമ്മുടെ ഓരോരുത്തരുടെയും കടമ സഖാവ് VS ഏറ്റെടുത്താൽ അദ്ദേഹം ആരംഭിച്ചിട്ടുള്ള പ്രക്ഷോഭങ്ങൾ, സമരങ്ങൾ അത് തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോയി അതിൻ്റെ വിജയത്തിലെത്തിക്കുക എന്നുള്ളതാണ്. അതായിരിക്കണം ഈ സന്ദർഭത്തിൽ VSന് നൽകാനുള്ള അന്ത്യാഞ്ജലി എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ധീരസഖാവ് VSന് രാഷ്ട്രീയ ജനതാദളിൻ്റെ ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിക്കും. NCPക്ക് വേണ്ടി സബീഷ്. 2 ദിവസം മുമ്പ് നമ്മുടെ രാഷ്ട്രീയ ഇതിഹാസം എന്ന് വിശേഷിപ്പിക്കാവുന്ന നമ്മുടെ VS നമ്മളെ വിട്ടുവരില്ല. ആ VSനെ കുറിച്ച് അനുശോചനത്തിലൂടെ 2 വാക്ക് സംസാരിക്കാൻ, നമ്മൾക്കിനി എന്ത് സംസാരിക്കാൻ എന്നതിലുപരി ഈ 2 ദിവസമായിട്ട് VS പറഞ്ഞു, VSനോട് നമ്മൾ പറഞ്ഞൊരു വാക്കാണ് ജീവിക്കുന്നു ഞങ്ങളിലൂടെ എന്ന്. അത് അക്ഷരാർത്ഥത്തിൽ 3.5 കോടി, കേരളത്തിലെ 3.5 കോടി VSനെ പോലെ VS മാത്രമേ ഉള്ളൂ. VSൻ്റെ ഈ നിര്യാണത്തിൽ എൻ്റെയും പാർട്ടിയുടെയും ആദ്യമായ അനുശോചനം രേഖപ്പെടുത്തുന്നു. അബൂബക്കർ ഹാജി സംസാരിക്കും. ബഹുമാന്യരെ, CPIMന് മാത്രമല്ല കേരളത്തിലെ ആപാലവൃദ്ധ ജനങ്ങൾക്കും തീരാ നഷ്ടമാണ് VSൻ്റെ വിയോഗം. നമുക്കറിയാം, ഒരു തൊഴിലാളിയായി ജീവിച്ച് അവർക്കിടയിലെ പ്രശ്നങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ട് അതിനൊക്കെ പരിഹാരം കണ്ടുകൊണ്ട് മുന്നിൽ നിന്ന് പ്രവർത്തിച്ച ഒരു മഹാപ്രതിഭയായിരുന്നു സഖാവ് VS അച്യുതൻ. നമുക്കറിയാം, കേരളത്തിൽ ഒരുപാട് തലങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഭരണം കാഴ്ചവെച്ചിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവായും മുഖ്യമന്ത്രിയായും പല വിധത്തിലുള്ള ഭരണം കാഴ്ചവെക്കുമ്പോഴൊക്കെ അഴിമതി എന്ന ഒരു കറപുരളാത്ത നേതാവ്
അത് VS മാത്രമായിരുന്നു. ഒരു ആരോപണം പോലും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് നമുക്ക് ഈ സമയത്ത് ഓർക്കണം. ദീർഘമായി സംസാരിക്കുന്നില്ല. എൻ്റെയും എൻ്റെ പാർട്ടിയുടെയും എല്ലാവിധ അനുശോചനങ്ങൾ അറിയിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കും. മെഹബൂബ് നമ്മൾ ഇന്നിവിടെ കൂടിയത് നിലപാടിൻ്റെ രാജകുമാരനായ 2 അക്ഷരത്തിൽ കേരള ജനതയുടെ മനസ്സിൽ തുടികൊള്ളുന്ന VS എന്ന ജനനായകൻ്റെ വിയോഗത്തിൽ അനുശോചിക്കാൻ വേണ്ടി. അദ്ദേഹത്തെക്കുറിച്ച് എത്ര പറഞ്ഞാലും തീരുകയില്ല. ഏതായാലും ഈ കേരള ജനതക്കും അദ്ദേഹം പ്രതിദാനം ചെയ്ത പാർട്ടിക്കും തീരെ നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. നിലപാടെടുക്കാൻ തുടങ്ങിയാൽ അതിൽ ഉറച്ചു നിന്ന് പോരാട്ടം തന്നെ മുന്നോട്ട് നയിക്കുന്ന നമ്മുടെ സഖാവിൻ്റെ അന്ത്യയാത്ര ദൃശ്യമാധ്യമങ്ങളിൽ കൂടി നാം എല്ലാവരും കണ്ടതാണ്. അതിൽ തന്നെ അറിയാം VS എന്ന 2 അക്ഷരത്തിന് കേരള ജനത ഏകിയിട്ടുള്ള അംഗീകാരം എന്താണ്. ഏതായാലും അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ അദ്ദേഹം പ്രതിദാനം ചെയ്ത പാർട്ടിക്കും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനുണ്ടായ നഷ്ടത്തിൽ ഞാനും എൻ്റെ പാർട്ടിയായ നാഷണൽ ലീഗും അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുന്നു. ബഹുമാനിയിലെ VSൻ്റെ വിയോഗം ഇന്ന് കേരള ജനതയെ ഒന്നടങ്കം ഞെട്ടിച്ചിരിക്കുന്ന ഒരു അവസ്ഥയും ദുഃഖാചരണവുമാണ്. 3 ദിവസം ദുഃഖാചരണമാണ് ഇവിടെ കേരളത്തിൽ. അദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് 1ഉം 2ഉം ദിവസം പറഞ്ഞാൽ തീരാത്ത കാര്യങ്ങളാണ്. വികസനത്തിൽ അദ്ദേഹം മുന്നോട്ട് നിന്നു. അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ അധ്വാനിക്കുന്ന ജനങ്ങൾക്കും കർഷകർക്കും പാവപ്പെട്ട ജനങ്ങൾക്കും ന്യൂനപക്ഷം ഒരേ രീതിയിൽ നിയമങ്ങൾ നടപ്പിലാക്കുന്ന ഏറ്റവും പ്രമുഖനായ ഒരു മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായി ഇവിടെ കാണപ്പെട്ടൊരു നേതാവായിരുന്നു. അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ ഞാനും പ്രതിദാനം ചെയ്യുന്ന കേരള കോൺഗ്രസ് എമ്മിൻ്റെ പേരിലും ആയിരം ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വ്യവസായി സമിതിക്ക് വേണ്ടി വിനോദ്. പ്രിയ അധ്യക്ഷൻ, പ്രിയപ്പെട്ട നല്ലവരായ നാട്ടുകാരെ, കേരളത്തിൻ്റെ പ്രിയങ്കരനായ VS പകരക്കാരൻ എന്ന് പറയാൻ ഒരാളില്ലാതെ നമ്മളെ അനാഥമാക്കി പോയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളും ആശയങ്ങളും നമുക്ക് ഓരോരുത്തരും ഏറ്റെടുത്ത് അദ്ദേഹത്തെ എല്ലാവിധ സ്മരണകളും ഓർമ്മിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാനും എൻ്റെ സംഘടനയും ഈ അനുശോചന രേഖത്തിൽ അഭിവാദ്യം ചെയ്തുകൊണ്ട് നന്ദി, നമസ്കാരം. വേലയേട്ടൻ സംസാരിക്കും. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വേദിയിലെ വിവിധ രാഷ്ട്രീയ സാംസ്കാരിക നേതാക്കളെ, ബഹുമാന്യരെ, CPIM-ൻ്റെ അനിഷേധ്യനായ നേതാവും സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്ന ബഹുമാനപ്പെട്ട VS തിങ്കളാഴ്ച 3:20 നമ്മോട് എന്നേക്കുമായി യാത്ര പറഞ്ഞു. അധിഷ്ഠിത വർഗത്തിൻ്റെയും തൊഴിലാളി വർഗത്തിൻ്റെയും അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നതിന് സമൂലമായ മാറ്റങ്ങളും പരിഷ്കാരങ്ങളും സമര പോരാട്ടങ്ങളും നടത്തിയിട്ടുള്ള വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. ചെറുപ്രായത്തിൽ തന്നെ പാർട്ടിയുടെ നേതൃസ്ഥാനത്തേക്ക് ഉയർന്നു വന്നിട്ടുള്ള VS ജില്ലാ സെക്രട്ടറി, അതുപോലെ സംസ്ഥാന സെക്രട്ടറി, പോളിറ്റ് ബ്യൂറോ അംഗം വരെ എത്തി. അതുപോലെ ഭരണരംഗത്ത് അദ്ദേഹം 7 പ്രാവശ്യം നിയമസഭാ അംഗമായി, പ്രതിപക്ഷ നേതാവ്, മുഖ്യമന്ത്രി എന്നീ നിലകളിലെല്ലാം സുത്യർഹമായ സേവനം കാഴ്ചവെച്ചിട്ടുള്ളതാണ്. ഒരു പ്രാവശ്യം വ്യാപാര വിപണന രംഗത്തേക്ക് ഈ കുട്ടകളുടെ കടന്നിലായറ്റം ചില്ലറ വിൽപ്പന രംഗത്തേക്ക് കടന്നു വരുന്നത് സംബന്ധിച്ച് വ്യാപാര പ്രതിനിധികൾ അദ്ദേഹത്തെ സമീപിക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞു, കാലഘട്ടത്തിൻ്റെ വ്യതിയാനം അത് തുടർന്നുകൊണ്ടേയിരിക്കും, ഒളിച്ചോട്ടമല്ല, അതിനെ ശക്തി കൊണ്ട് നേരിടുകയാണ് വേണ്ടത്.
എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നെയല്ല, ഒരു അരി ഈ കുത്തകളാരും നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് കൊടുക്കില്ല. നിങ്ങളുടെ ഇടപാടുകാർക്കോ നിങ്ങളുടെ അയൽവാസിക്കോ അവരെ സംരക്ഷിക്കാനുള്ള ബാധ്യത കൂടി നിങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തുടർന്ന് നല്ല രീതിയിൽ കച്ചവടം ചെയ്യാനാണ് പറഞ്ഞത്. സാമ്പത്തിക ഇടപാടിനെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞു, 1 ലക്ഷം മുതൽ 5 ലക്ഷം രൂപ വരെ പരസ്പര സഹായത്തിനുള്ളിൽ നിങ്ങൾക്ക് ലോൺ അനുവദിക്കുന്നതാണ്. അതുകൊണ്ട് കച്ചവടം എല്ലാം നന്നായി നടത്തി കൊണ്ടുപോകാൻ നിങ്ങൾക്ക് കഴിയട്ടെ. അത്രയുള്ള ആ ഒരു സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തകനെ, മാതൃകാപരമായ പ്രവർത്തനം കാഴ്ച ആ മേധാവിനെയാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ നിര്യാണത്തിൽ വ്യാപാരി വ്യവസായ സമിതി അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുന്നു, ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ഫോറത്തിന് വേണ്ടി സിബത്ത് സംസാരിക്കും. നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന് മാത്രമല്ല, ഞങ്ങളെ ഒരു രാഷ്ട്രീയ ജീവിതത്തിൽ ഒരു മാതൃകാപരമായ ജീവിതം നയിച്ച ഒരു വ്യക്തിത്വം, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലും അദ്ദേഹത്തിൻ്റെ മരണവേളയിലും ഒക്കെ തന്നെ അദ്ദേഹത്തിനൊപ്പം പത്രപ്രവർത്തകർ എല്ലാവരും അന്നും ഈ മരണവേളയിലൊക്കെ തന്നെ അദ്ദേഹത്തിന് അർഹമായ അംഗീകാരം കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രഭ എല്ലാവരിലും എത്തിക്കാൻ വേണ്ടി സാധിച്ചു. അത് തന്നെ ഒരു നിലപാടിൻ്റെ രാജകുമാരൻ എന്നുള്ള നിലക്ക് അദ്ദേഹത്തിന് കിട്ടിയ ഏറ്റവും വലിയൊരു അംഗീകാരം കൂടിയാണ്. അതിനൊക്കെ നമുക്ക് സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. അദ്ദേഹത്തിൻ്റെ വേർപാടിൽ ദുഃഖം രേഖപ്പെടുത്തുന്നു, ഒപ്പം തന്നെ അനുശോചനം അറിയിക്കുകയും ചെയ്യുന്നു. കുന്നമംഗലം ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ബി അനിൽകുമാർ. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വേദിയിലും സദസ്സിലുമുള്ള പ്രിയമുള്ളവർ, VS-നെ സംബന്ധിച്ച് ഇവിടെ വളരെ വിശദമായി തന്നെ നേരത്തെ സംസാരിച്ചവരെല്ലാം പ്രതിപാദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പത്രങ്ങളിൽ വായിക്കാൻ കഴിഞ്ഞതും അതുപോലെ തന്നെ മുമ്പ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ള ഒരു വസ്തുത സൂചിപ്പിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരിക്കൽ പത്രക്കാർ VS-നോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ ദൈവവിശ്വാസി അല്ലാതായത്? അതിന് അദ്ദേഹം പറഞ്ഞിട്ടുള്ള മറുപടി, എനിക്ക് 3-3.5 വയസ്സുള്ളപ്പോഴാണ് അമ്മ മരിക്കുന്നത്. അക്കാലത്ത് വസൂരി രോഗം വന്നാൽ ആ രോഗം വന്ന ആളെ ഏതെങ്കിലും ഒറ്റപ്പെട്ടിട്ടുള്ള ഒരു ഓലഷെഡിൽ കൊണ്ട് താമസിപ്പിക്കുകയാണ് ചെയ്യുക. ആ ഓലഷെഡിൽ നിന്ന് പിന്നെ അവർ രോഗഭേദമായി തിരിച്ചു വരാറില്ല. മരിച്ചു എന്ന് ബോധ്യപ്പെട്ടാൽ ആ ഓലഷെഡടക്കം തീ വെച്ച് നശിപ്പിക്കുന്ന ഒരു രീതിയാണ് പഴയകാലത്ത് വസൂരി രോഗം വന്നാൽ. 3.5 വയസ്സുള്ളപ്പോൾ VS-ന്റെ അമ്മ രോഗബാധിതയായി ഇതേപോലെ തന്നെ ഒരു വയലിലെ ഓലഷെഡിൽ കൊണ്ടുപോയി അവരെ താമസിപ്പിക്കുകയാണ്. അതിനുശേഷം VS-ന്റെ അച്ഛനോട് എനിക്ക് അമ്മയെ കാണണമെന്ന് പറയുമ്പോൾ VS-നെ കൈപിടിച്ച് VS-ന്റെ അച്ഛൻ ആ ഓലഷെഡിൻ്റെ കുറച്ച് ദൂരെ പോയി നിന്ന് ഇതാ അവിടെയാണ് അമ്മ എന്ന് പറയും. അതിൽ VS പറയുന്നൊരു കാര്യം, ആ ഓലഷെഡിൻ്റെ അഴികൾക്കുള്ളിലൂടെ ഒരു പക്ഷേ അമ്മ ഞങ്ങളെ കാണുന്നുണ്ടാവാം. എല്ലാ സ്ഥലത്തും സംഭവിക്കാറുള്ളത് പോലെ തന്നെ VS-ന്റെ അമ്മ മരിക്കുമ്പോൾ ആ ഓലഷെഡടക്കം തീ വെച്ച് നശിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. രോഗബാധിതയായ അമ്മയെ രോഗത്തിൽ നിന്ന് രക്ഷിക്കണമെന്ന പ്രാർത്ഥന നടത്തുകയല്ലാതെ മറ്റൊരു മാർഗവും എനിക്കുണ്ടായിരുന്നില്ല എന്ന് VS സൂചിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ VS-ഉം അമ്മയുടെ രോഗം ഭേദമാവുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന കാര്യമാണ് അക്കാലത്ത് ചെയ്തത്. പിന്നീട് അച്ഛൻ 14-ാം വയസ്സിൽ അച്ഛനും രോഗബാധിതയാവുകയാണ്. അപ്പോൾ VS പ്രാർത്ഥിച്ചിട്ടുള്ളൊരു കാര്യം, അമ്മ വളരെ നേരത്തെ പോയി അച്ഛനെയെങ്കിലും ഞങ്ങൾക്ക് തിരിച്ചു കിട്ടണം എന്നാണ് അക്കാലത്ത് VS പ്രാർത്ഥിച്ചിട്ടുള്ളത്. ഈ 2 പ്രാർത്ഥനയും കേൾക്കാൻ ദൈവം തയ്യാറായില്ല. അതുകൊണ്ട് അത്തരത്തിലുള്ളൊരു ദൈവത്തെ ഇനി വിളിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചു എന്നാണ് VS പറഞ്ഞിട്ടുള്ള കാര്യം. ഒരുപാട് കാര്യങ്ങൾ VS-നെ സംബന്ധിച്ച് നമുക്ക് ഓർക്കാൻ കഴിയും. അനീതിക്കെതിരെ, അഴിമതിക്കെതിരെ തൻ്റെ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് എക്കാലത്തും കേരളത്തിലെ വളർന്നു വരുന്നവർക്കും ഇന്ന് ജീവിച്ചിരിക്കുന്നവരുമായിട്ടുള്ള മുഴുവൻ ആളുകൾക്കും മാതൃകയായി നമുക്ക് കാണാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു VS. ഇന്നലെയോടുകൂടി VS-ന്റെ ഭൗതിക ശരീരം
അഗ്നി ഏറ്റുവാങ്ങിയതോടുകൂടി അത് അവസാനിച്ചിരിക്കുന്നു. പക്ഷേ VS മുന്നോട്ട് വെച്ചിട്ടുള്ള എല്ലാ കാഴ്ചപ്പാടുകളും VS എന്തിനു വേണ്ടിയാണോ പ്രവർത്തിച്ചത് അത് ആ ലക്ഷ്യത്തിലെത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ നമുക്ക് ഒന്നിച്ച് പോരാടാം, ഒന്നിച്ച് പ്രവർത്തിക്കാം എന്ന് മാത്രമേ ഈ സന്ദർഭത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഈ അനുശോചന യോഗം അവസാനിപ്പിച്ചുകൊണ്ട് CPIഎമ്മിൻ്റെ കുന്നമംഗലം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കൂടിയായ സഖാവ് MM സുധീഷ് കുമാർ സംസാരിക്കും. പ്രിയപ്പെട്ട യോഗത്തിൻ്റെ അധ്യക്ഷൻ, വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളും ഇന്ത്യയിലാകെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി നേതൃനിരയിൽ നിന്ന് പ്രവർത്തിച്ചിരുന്ന സഖാവ് VS ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. പാവപ്പെട്ടവൻ്റെ പക്ഷത്ത് നിന്നുകൊണ്ട്, അധ്വാനിക്കുന്നതിൻ്റെ പക്ഷത്ത് നിന്നുകൊണ്ട് അവൻ്റെ അവകാശ പോരാട്ടങ്ങൾക്ക് വേണ്ടി പോരാടുകയും ആ പോരാട്ടത്തിൽ താൻ ഒറ്റയ്ക്കല്ല ഒരു നാടൊന്നാകെ ആ പോരാട്ടത്തിൻ്റെ മുഖത്തേക്ക് അണിനിരത്താൻ പ്രാപ്തമാകുന്ന തരത്തിലേക്കുള്ള സംഘടനാ മികവ് പുലർത്തുകയും ചെയ്തിരുന്ന ഒരു അതുല്യനായ കമ്മ്യൂണിസ്റ്റുകാരനെയാണ്, ഒരു അതുല്യനായ തൊഴിലാളി നേതാവിനെയാണ് നമുക്ക് നാടിന് നഷ്ടപ്പെട്ടത്. അദ്ദേഹം ഉയർത്തിക്കൊണ്ടിരുന്ന പോരാട്ടങ്ങളെല്ലാം ഈ രാജ്യത്തിലെ ജനങ്ങളുടെ നേർന്ന പ്രശ്നങ്ങൾക്ക് വേണ്ടിയായിരുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. നേരത്തെ അനുശോചന സന്ദേശത്തിനകത്ത് സൂചിപ്പിച്ചതുപോലെ കർഷക തൊഴിലാളി പ്രസ്ഥാനം കെട്ടിപ്പടുത്തുകൊണ്ട് അടിമകളെ പോലെ പണിയെടുത്തിരുന്ന കർഷക തൊഴിലാളികൾക്ക് അവൻ്റെ അവകാശങ്ങൾ ചോദിക്കാൻ സാഹചര്യമില്ലാത്ത കാലത്ത് അവൻ്റെ അവകാശങ്ങൾ നേടിയെടുക്കുകയും അവനെ സംഘടനാപരമായി പ്രാപ്തനാക്കാൻ പറ്റാവുന്ന തരത്തിലേക്ക് അക്കാലത്തെ ഭരണകൂടങ്ങൾക്കെതിരായാലും ജന്മിമാടമ്പിത്തരത്തിനെതിരായാലും അതിശക്തമായ പോരാട്ടത്തിന് നേതൃത്വം നൽകിക്കൊണ്ടാണ് VS തൻ്റെ സംഘടനാ പ്രവർത്തനം തുടങ്ങിയത്. ആ തുടങ്ങിയ കാലഘട്ടത്തിൽ സഖാവ് ഉയർത്തിയ പ്രവർത്തനങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ മരണം വരെ നേതൃപരമായ പങ്കുവഹിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ കഴിഞ്ഞു. എന്നാൽ ഇന്ന് നാം മനസ്സിലാക്കുന്നത് മരണത്തിന് ശേഷവും ആ അതുല്യനായ കമ്മ്യൂണിസ്റ്റിൻ്റെ സന്ദേശം അതിനേക്കാൾ കരുത്തായി ഈ നാട് ഏറ്റെടുത്തു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അദ്ദേഹത്തിന് ഒരു നോക്ക് കാണാൻ വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള ലക്ഷക്കണക്കിന് വരുന്ന മനുഷ്യരിൽ നാളെ ഇതുവരെ VS ഉയർത്തിയ മുദ്രാവാക്യങ്ങളെല്ലാം നാളെ അതിനേക്കാൾ കരുത്തോടുകൂടി ഉയർത്താൻ ഒരു നാട് ഒന്നാകെ വളർന്നു വന്നിട്ടുണ്ട്. VSൻ്റെ വാക്കുകൾ വിശ്വസിച്ചുകൊണ്ട്, VSൻ്റെ വാക്കുകൾ കരുത്താക്കി മാറ്റിക്കൊണ്ട് ഈ നാടിൽ ഏറ്റെടുക്കാൻ തയ്യാറായിട്ടുണ്ട് എന്നതാണ് ഒരു ഉയർന്ന രാഷ്ട്രീയ മൂല്യമുള്ള, ഒരു ഉത്തരവാദിത്ത രാഷ്ട്രീയ മൂല്യമുള്ള സഖാവിൽ നിന്ന് ഈ നാട് പ്രതീക്ഷിക്കുന്നത്. ആ നാടിന് തന്നുകൊണ്ടാണ് സഖാവ് VS വിട പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് സഖാവിൻ്റെ ഓർമ്മകൾ കരുത്താക്കിക്കൊണ്ട് ഭരണരംഗത്തും സംഘടനാ പ്രവർത്തന രംഗത്തുമെല്ലാം സഖാവ് ഉയർത്തിയ രാഷ്ട്രീയ മൂല്യങ്ങൾ അതേപോലെ തന്നെ നിലനിർത്തുന്ന തരത്തിലേക്ക് നാടിൻ്റെ നാളെയുടെ നേതൃത്വത്തെ വളർത്തിയെടുക്കാനും വരുംകാല പോരാട്ടങ്ങളിൽ ഭരണകൂട ഭീകരതയ്ക്കെതിരെ അതിശക്തമായ പോരാട്ടങ്ങൾക്ക് നേതൃത്വമായി മാറാനും നമുക്കെല്ലാം VSൻ്റെ ഈ പ്രവർത്തനം കരുത്താക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സഖാവിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ 1000 രക്തപുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഈ പരിപാടിയിൽ സംബന്ധിച്ചിട്ടുള്ള രാഷ്ട്രീയ നേതാക്കൾ, ജനപ്രതിനിധികൾ തുടങ്ങിയിട്ടുള്ള എല്ലാവരെയും ഒറ്റവാക്കിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ ചടങ്ങിന് എത്തിച്ചേർന്നുള്ള മുഴുവൻ ജനാധിപത്യ വിശ്വാസികളെയും കച്ചവട സുഹൃത്തുക്കൾ ഉൾപ്പെടെയുള്ള ഈ പരിപാടിയോട് സഹകരിച്ച ഇവിടുത്തെ ഈ ബസ് സ്റ്റാൻഡിലെ മുഴുവൻ കച്ചവട സുഹൃത്തുക്കളോടുമുള്ള നന്ദി കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ ചടങ്ങ് അധ്യക്ഷൻ്റെ അനുമതിയോടുകൂടി അവസാനിപ്പിച്ചതായി അറിയിക്കുന്നു. അഭിവാദ്യങ്ങൾ.